ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനേ നമ്മുടെ അങ്കമാലിയിൽ എയർപോർട്ടിൻ്റെ അടുത്തൊരു പുതിയൊരു ഷോപ്പ് പരിചയപ്പെടുത്താം. പുതിയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷമായിട്ട് അവിടെ ഉള്ള ഷോപ്പാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ ആ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം നമുക്കത് ചെന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വൈബ് അതാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാനാ പറഞ്ഞ ഷോപ്പ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ചിക്കൻ കിടന്നിങ്ങനെ കറങ്ങണ്ടാവും. അപ്പോൾ ഷോപ്പിൻ്റെ പേരാണ് ജിബിനാസ് കഫേ. അത് നമ്മുടെ യൂട്യൂബറും കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആയിട്ടുള്ള ജിബിനാസ് കഫേ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള ആളുടെ തന്നെയാണ്. ചട്ടി ബിരിയാണി, ചട്ടി ഷവായി ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നമ്മൾ ഓർഡർ ചെയ്യാൻ ചെന്നപ്പോൾ ഒരു മുകളിൽ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളുഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളൊന്ന് കയറി പോകുന്നതും അതുപോലെ ഫ്ലൈറ്റ് പൊന്തണതും താഴണതൊക്കെ കാണാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പോൾ ചെന്ന് ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റിന് 10 മിനിറ്റിന് ഇടയ്ക്ക് നമുക്ക് സാധനം അവിടെ വന്നു. സാധനം വന്ന് പ്ലെയിനിലേക്കൊക്കെ പകർത്തി. ഞാൻ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ ഷവായി ഓർഡർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഷവായി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷവായിയുടെ ടേസ്റ്റ് നമുക്ക് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെന്ന് മേടിച്ചു. ചിക്കനൊക്കെ നമ്മളെടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല പാകത്തിനുള്ള ഇതാണ്. നല്ലോണം വെന്ത് നമുക്ക് കഴിക്കാൻ വലിയ ടൈറ്റും തോന്നാത്തൊരു ഇത് കണ്ടോ. ഞാൻ ഞെക്കുമ്പോൾ ഞെങ്ങി പോകണം. അപ്പോൾ അവിടുത്തെ ഇരിക്കാനുള്ള ടേബിളുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. വലിയ തിരക്ക് എന്ന് പറയാൻ പറ്റില്ല, തിരക്കുണ്ട് എങ്കിലും. അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല ഫുഡും കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ വ്യൂ കണ്ടുല്ലോ നിങ്ങൾ. ഇതാണ് അവിടെ വന്നാലുള്ള വൈബ്. അപ്പം ഇതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങാം. ലൈറ്റൊക്കെ ഇട്ട് ഉള്ള മൂഡിലാണ് കാണാൻ ഏറ്റവും രസം. പിന്നെ അവർക്ക് അവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അതിൻ്റെ താഴത്ത്. അപ്പോൾ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര വണ്ടി ആയാലും പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും വൈഫും കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു ജ്യൂസ് പറഞ്ഞിരുന്നു. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻറ്റ് ലൈം. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മിൻറ്റ് ലൈം വന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചോളൂ. ഞങ്ങൾ 2 പേരും കൂടി അതാണ് കഴിച്ചു. അപ്പോൾ വൈഫ് കഴിക്കുകയാണ്. കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മിൻറ്റിൻ്റെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ദഹനത്തിനൊരു സുഖം ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് ആ ചിക്കൻ്റെ ഇതൊക്കെ കഴിച്ചിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു എനർജി, അല്ലെങ്കിൽ നമുക്ക് ദഹനത്തിനൊരു ഇത് കിട്ടിയൊരു തോന്നി കഴിച്ച് കഴിഞ്ഞപ്പോൾ. ഇതാണ് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോളത് താഴത്തുണ്ട്, മുകളിലും നല്ല സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ താഴത്തെ അവരുടെ ക്യാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇതേമാതിരി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോയാൽ നമുക്ക് നല്ലൊരു സ്ഥലമാണത്. ഇതാണ് അവിടുത്തെ ജിബിനാസ് കഫേ. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ അങ്കമാലിയിലുള്ള വിശേഷങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ടൊന്ന് ഷെയർ ചെയ്ത്, അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തത് നേരെയാക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്കമാലിക്കാരൻ ചെയ്തു.